കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും ട്രോളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ഞാനങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മീഡിയ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തൊപ്പി എന്നെ വിളിച്ചിട്ട് ഇതേപോലെ നമുക്ക് ലൈവ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ തൊപ്പിയുടെ ലൈവ് ആക്ച്വലി ഞാൻ കാണുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ലൈവ് കാണുന്നത്. കാര്യം തൊപ്പിയുടെ ഒക്കെ ഞാൻ സമ്മതിച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്ക് തായ്ലൻഡൊക്കെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ലൈവ് ഞാനിവിടെ തിരിച്ച് വന്നിട്ട് എൻ്റെ മകനോട് ചോദിച്ചിട്ടാണ് ഈ കിക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ലൈവ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്ക് ഓക്കെ, എന്നിട്ട് ഞാൻ പോകാമെന്ന് ഏറ്റു. അതുകൊണ്ട് വന്നിട്ട് ഞാനെല്ലാം പ്രിപ്പയർഡായി. എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിൻ്റെ തലേദിവസമാണ് തൊപ്പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അതിൽ നമ്മുടെ പെരേരയും അതുപോലെ തന്നെ ആറാട്ടനും കൂടെ ഉണ്ട്, അപ്പം അവരും കൂടെ ഉണ്ടാവും. അപ്പം റോക്കി ഒരു ഗസ്റ്റ് പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. സോ ഞാൻ അപ്പോഴത്തേക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഞാൻ മാത്രമുള്ള ലൈവ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ആറാട്ടണൻ്റെയും പിന്നെ അത് സന്തോഷ് വർക്കിൻ്റെയൊക്കെ അവരെ കൊണ്ടുവന്ന് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അവരെയൊന്നും അറിയത്തില്ല, എനിക്ക് അവരുമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥിതിക്ക് വന്നിട്ട് എനിക്ക് അവർ വരണമെന്നോ വരണ്ടെന്നോ പറയേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് അവർ വന്നാലും എനിക്ക് കുഴപ്പമില്ല, അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. റോക്കി ഇപ്പം സന്തോഷ് വർക്കിയുടെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പെരേരയുടെ കൂടെയോ തൊപ്പിയുടെ കൂടെയോ ഇരുന്നത് കൊണ്ട് റോക്കി അല്ലാതെ ഒന്നും ആവത്തില്ല. ഞാൻ തന്നെയാണ്, അവർ തന്നെയാണ്. ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അവരെ കൂടെ ഇരിക്കുന്നതിൽ എനിക്ക് യാതൊരു വിധ കുറച്ചിലും ഇല്ല. ഓക്കെ, അവരൊക്കെ എന്നെക്കാളും മുമ്പേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്, എന്നെക്കാളും മുമ്പേ ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കേടാ എനിക്ക് കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതുവഴി റോഡിലേക്ക് വന്നു പോകാൻ പറ്റും, ഇങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് പുഴയാ. ആ റോഡാണ് അപ്പുറം പോകാൻ പറ്റൂല. റോക്കി ചെറുതായിക്കൊണ്ടാ, റോക്കിനെ കാണാത്താറാ. റോക്കി ചെറുതാണ് അല്ലെങ്കിൽ എനിക്കങ്ങനെ വലുത് ചെറുതൊന്നുമില്ല. എനിക്കങ്ങനെ വലുത് ചെറുതൊന്നുമില്ല. ഇനി 7 ഡോളറായിരുന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു വലുതും ചെറുതൊന്നുമില്ല. പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ. എനിക്ക് എന്റെ ആവശ്യമേ ഉണ്ടായിട്ടില്ല. ലോകത്തിൻ കഥയറിയാതെ ലോകത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിവസം കാണുന്നു. കാണുന്നൽ ആരാണോ നീയുന്നൽ ആരാണോ ജാസ്മിൻ മാത്രം കപ്പടിക്കില്ല ബിഗ് ബോസ്. റോക്കി ഭയങ്കര ചെറുതാണ്, റോക്കി കാണാൻ കുറച്ച് പാടാണ്. കുറച്ചുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പോകാനാ സീരിയസ് ആയിട്ട്. എന്നെ കാണാനല്ലേ നീ എന്നെ വിളിച്ചത്, ആൾക്കാർക്ക് കാണണമെന്നല്ലേ ലൈവ് കാണണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്നെ തന്നെ എന്നെ മറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അല്ലല്ല, ഞാനിപ്പോ തൊപ്പിയുടെ ബാക്കിൽ വന്നിരിക്കാനാണോ തൊപ്പി ഇവിടെ വന്നത്? ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യാൻ റോക്കിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യമേ ശ്രദ്ധിച്ച് മനസ്സിലായ, ഞാനിവിടെ വന്നപ്പോ ആദ്യമേ ശ്രദ്ധിച്ച് നീ മീൻസ് ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോ നീ ഇടയ്ക്കാരെ സംസാരിക്കുക. സ്പെഷ്യാലിറ്റി ഉണ്ടോ? എടാ ഞാൻ നീ പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നില്ല. ഈ ലൈവിലും ക്യാമറയിലുള്ള കാണാൻ പറ്റുന്നില്ല. ബാക്കിലൊന്നിരിക്കാനല്ലടാ ഞാൻ വന്നത് ഇവിടെ. അതെ, നമ്മള് ഒരാള് വിളിച്ചിട്ട് ഇപ്പം നമ്മളെ വിളിച്ച് അപമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ഭയങ്കര മോശമല്ലേ അല്ലേ? എന്തിനാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ ഓക്കെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നാലും ശരി, ലൈവ് ആയിരുന്നാലും ശരി, നമ്മളൊരു അതിഥിയല്ലേ, ഒരാളുടെ അതിഥിയല്ലേ. അപ്പം അതിഥി ദേവോ ഭവ അല്ലേ? അപ്പം നമ്മളൊരു അതിഥിയെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം, അല്ലാതെ അപമാനിച്ചല്ല വിടേണ്ടത്. സോ എനിക്ക് പ്യൂർലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്കുണ്ട് ഊക്കുക എന്ന് പറയും. ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കി വിടുക എന്നുള്ള സംഭവമുണ്ട് അല്ലേ? ആക്കി വിടുക എന്ന് ചില സ്ഥലത്ത് പറയും, ചിലയിടത്ത് ഊക്കി വിടുക എന്ന് പറയും. ആ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഊക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ തൊപ്പിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
തൊപ്പിയുടെ ചൂണ്ടയിൽ കൊരുക്കാൻ പറ്റിയ ഒരാളല്ല റോക്കി. ഓക്കെ, അത്രയേ ഉള്ളൂ. തൊപ്പിയുടെ ചൂണ്ടയിൽ കൊരുക്കാൻ പറ്റിയ മീനല്ല റോക്കി. ഞാൻ അവിടെ പോയത് ഉറപ്പായിട്ട് അവനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പോയത്. അവനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ എൻ്റെ മകനും അവനെ ഇഷ്ടമാണ്. എൻ്റെ മകനും കൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് എന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ പോയപ്പോഴത്തേക്കും കിട്ടിയ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു വരുത്തി മാക്സിമം കളിയാക്കുക, അതിൽ നിന്ന് കോണ്ടന്റ് എടുക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. റോക്കി ഒരു ഇ കൊടുത്ത് അങ്ങനെ ഇതൊരു സ്ഥലത്തൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് അതുവഴി റോഡിലേക്ക് പറഞ്ഞു പോകാൻ പറ്റും. ഇങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് പുഴയാ. ആ റോഡാണ് അപ്പുറം പോകാൻ പറ്റൂല. അങ്ങനെ പ്രശ്നമുണ്ട്. നീന്താനോ? ഇല്ല, പുഴയിൽ മുങ്ങി നീച്ചാവും, അത്ര തന്നെ. അതുകൊണ്ട് പുഴയാണ്. അതെന്ത് ഞാൻ ഓട്ടത്തിലാ പുഴയിൽ വീഴും. ഓട്ടത്തിൽ പിന്നെ പുഴയിൽ വീഴുന്നു കഴിഞ്ഞാൽ നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ പാടുവിടും അല്ലേ. നീന്താൻ അറിഞ്ഞില്ലാത്ത ഒരാൾ തൊട്ട് അപ്പുറത്ത് പുഴയെന്നും കൂടെ പറയുന്നത്. അപ്പം ഞാൻ പറയാം, തൊപ്പി നൈസ് ഗായ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. ഇപ്പോൾ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്, എല്ലാം ശരിയാണ്. എങ്കിലും കുറച്ച് മാന്യത എന്നുള്ള സംഭവം പ്രതീക്ഷിച്ചു ഞാൻ. എനിക്ക് പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഓക്കോർഡായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, എനിവേ പിന്നെ ഒരു കാര്യം, പേയ്മെൻറ്റിൻ്റെ കേസ് പിന്നെ പുള്ളിക്കാരൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിക്ക് ഇതുപോലെ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വന്നത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറിയൊരു പേയ്മെൻ്റ് അല്ല ആക്ച്വലി, അതായത് പേയ്മെൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന ഞാൻ ട്രാവൽ എക്സ്പെൻസ്, അത് പിന്നെ അവിടുത്തെ ഹോട്ടലിൻ്റെ സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 50,000 റുപ്പീസ് എനിക്കായിട്ടുണ്ട്. ആ ഒരു പേയ്മെൻറ്റ് മാത്രമേ ഞാൻ പിന്നെ തൊപ്പിയുടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, അതൊരു വലിയൊരു പേയ്മെൻ്റ് ആയിട്ടൊന്നും ഞാൻ ഒരിക്കലും കണക്കാക്കുന്നില്ല. അതൊരു പേയ്മെൻ്റ് എന്ന് പറയാനും പറ്റത്തില്ല. ഓക്കെ, കൂടെ വന്ന പിന്നെ എൻ്റെ മാനേജർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൂടെ വന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കുള്ള സാലറി കാര്യങ്ങൾ ബാക്കിലായിട്ട് അതങ്ങ് കൂടുതൽ തീർക്കുകയാണ് ഉണ്ടായത്. അതിൽക്കാലം കൂടുതലായിട്ട് ഞാൻ അവിടെ ചിലവഴിച്ചിട്ടാണ് വന്നത്. ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർലി 100% പ്യൂർലി ഞാൻ പിന്നെ പറയാം, സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയാം, ഞാൻ തൊപ്പിയെ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് അതിന് മുമ്പേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തൊപ്പിയുടെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും എരിവുള്ളൊരു മുളകുണ്ടല്ലോ, ആ മുളക് ഇങ്ങനെ അണ്ടർവെയറിനകത്തിട്ടിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് ഓടുന്നു, നീറിയിട്ടൊക്കെ കിടന്ന് ഓടുന്നു, അത് കഴിഞ്ഞ് നൂഡിൽസൊക്കെ എടുത്തിടുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ ചിക്കൻ പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ആക്ച്വലി, നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ എവിടെയൊക്കെ ഇരുന്ന് ഈ വീഡിയോ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ചിരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവൻ്റെ കോണ്ടന്റ് കൊണ്ട് തന്നെയാണ്, അവൻ്റെ ബ്രില്യൻസിയാണ്. അപ്പം അത് മാത്രമല്ല, ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഇപ്പോൾ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ടാണ്, ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാൾ ആയതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ തൊപ്പിയെ കാണാമെന്ന് വിചാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുത്തു. ഒരു റെസ്പെക്റ്റ് എനിക്ക് തിരിച്ച് പല അവസരങ്ങളിലും കിട്ടാതെ പോയി. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ചൊക്കെ സംസാരിക്കേണ്ടി വന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ഈ വീഡിയോ കണ്ടിട്ടും റോക്കി അഹങ്കാരിയാണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു നല്ലൊരു സൺഡേ നേരുന്നു എല്ലാവരും.